കടുത്ത അച്ചടക്ക ലംഘനങ്ങളുടെയും ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പേരിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ മാറ്റി നിർത്തിയ വിവാദ IAS ഉദ്യോഗസ്ഥരെ അധികാരമേറ്റയുടൻ സർവീസിൽ തിരിച്ചെടുത്ത് മുഖ്യമന്ത്രി VD സതീശൻ അവിശുദ്ധ ഉദാരത കാണിച്ചിരിക്കുകയാണ്. സിവിൽ സർവീസിന്റെ അന്തസ്സും അച്ചടക്കവും കാറ്റിൽ പറത്തി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വീരസ്യം വിളമ്പിയ പ്രശാന്ത്, ഡോക്ടർ B അശോക് എന്നിവരെയാണ് സതീശൻ സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ച് സിസ്റ്റത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ളത്. 102 സീറ്റിന്റെ വൻ ജനവിധി നൽകി അധികാരത്തിലെത്തിയ ജനങ്ങളോടും വ്യവസ്ഥിതിയോടുമുള്ള വെല്ലുവിളിയാണ് പുതിയ UDF സർക്കാരിന്റെ ഈ നടപടിയെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ജനാധിപത്യ സർക്കാരിനെ ധിക്കരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ലൈസൻസ് നൽകുന്നതാണോ സതീശന്റെ പുതിയ ഭരണ പരിഷ്കാരമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചോദിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ നാടകത്തിന് പിന്നിലെ യഥാർത്ഥ ചിത്രം വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. ആ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ പ്രമുഖരായ 2 യൂട്യൂബേഴ്സിനെ സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നു. എങ്ങും ആരാധകരുടെ ആഘോഷമാണ്. ഇനിയാണ് കളി തുടങ്ങുന്നത് എന്ന മട്ടിലൊക്കെയാണ് കടുത്ത ആരാധകരുടെ പ്രതികരണം. അതിൽ ശ്രീജിത്ത് പണിക്കർ തൊട്ട് പച്ചപ്പട വരെയുണ്ട്. പക്ഷെ മൗദൂദികൾക്ക് പണി അല്പം പാളിയോ എന്നൊരു സംശയം വന്നു. ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ടായ അടിയൊഴുക്കുകളെയും ഉദ്യോഗസ്ഥരുടെ പൊള്ളത്തരങ്ങളെയും ഈ പോസ്റ്റ് കൃത്യമായി തുറന്നു കാട്ടുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ചാണ് രാജ്യം ഓരോ സിവിൽ സർവന്റിനെയും സൃഷ്ടിച്ചെടുക്കുന്നത്. എന്നാൽ ഇവർ പുറത്ത് വീരസ്യമടിച്ചും ഞാൻ അകത്തായിരുന്നെങ്കിൽ മലമറച്ചേനെ എന്ന് തട്ടിവിട്ടും സമയം കളയാനുള്ളവരല്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. സസ്പെൻഷൻ കാലത്തും ഇവർക്ക് വലിയ തുക ആനുകൂല്യങ്ങളായി ജനങ്ങളുടെ പണത്തിൽ നിന്ന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവരുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും പണി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ തിരിച്ചെത്തിയ ഈ താരങ്ങളോട് ഒന്ന് പറയാനുണ്ട്. ജനാധിപത്യത്തിൽ 102 സീറ്റിന്റെ വൻ മാൻഡേറ്റ് നേടി അധികാരത്തിൽ നിന്നവരാണ് വലുത്. അവരെ പുച്ഛിക്കാനും ധിക്കരിക്കാനും തുടങ്ങിയാൽ ചിലപ്പോൾ പഴയ തനിയാവർത്തനം ഉണ്ടായേക്കാം. തങ്ങൾക്ക് അനുകൂലമായ മുക്കൂട്ട് മുന്നണി എന്ന ധൈര്യത്തിലും പിടിച്ചു പുറത്തു നിർത്താൻ ആംബിയർ ഉള്ളവർ നിലവിലെ UDF സർക്കാരിൽ കുറവായതിനാലും അതിന് സാധ്യത കുറവാണെങ്കിലും കുന്നംകുളം മാപ്പ് ഇനിയും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഇവർ ഓർക്കണം. അന്നത്തെ LDF സർക്കാർ ഇവരെ നിയന്ത്രിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനല്ല, മറിച്ച് സിസ്റ്റത്തിന്റെ അച്ചടക്കം കാക്കാനാണ്. മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അന്ന് ചീഫ് സെക്രട്ടറി കൃത്യമായ കിഴുക്ക് കൊടുത്താണ് ഇവരെ നിർത്തിയത്. നിലവിലെ സതീശൻ സർക്കാരും അത്തരമൊരു കർശന രീതി തുടർന്നിരുന്നുവെങ്കിൽ ഇവർ ഇപ്പോഴും സിസ്റ്റത്തിന് പുറത്തു തന്നെയാകുമായിരുന്നു. ഈ ഉദ്യോഗസ്ഥരെ സെലിബ്രിറ്റികളാക്കി മാറ്റുന്ന ആരാധന കൂട്ടങ്ങളോടും പോസ്റ്റിൽ ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന 82 വയസ്സുകാരനായ പിണറായി വിജയനെ ക്രിമിനൽ എന്ന് വിളിച്ചാക്ഷേപിച്ചതിലാണോ ഈ ആരാധകരുടെ നിഗളിപ്പ്? എങ്കിൽ അതിൽ പരാതിയില്ല. അതല്ല, രൂപീകരണാനന്തരം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ 2 പേരാണ് ഇവർ എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ VJ കുര്യൻ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് പകരം മറ്റൊരു IAS ഓഫീസർ ആയിരുന്നെങ്കിൽ ഇന്നത്തെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെ സംശയമാണ്. വിവിധ ഗവൺമെന്റുകളുടെ കൂടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. കടുത്ത എതിർപ്പും നേരിട്ടിരുന്നു. ഒരുപക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റുകൾ കുര്യന് വേണ്ടി പിറകെ നടക്കുന്നതാണ് കേരളം കണ്ടത്. ആ പേരിനൊപ്പം ചേർത്ത് വെക്കാവുന്നവരാണോ ഈ സോഷ്യൽ മീഡിയ താരങ്ങൾ? ഒരു കുര്യൻ മാത്രമല്ല, ഒരുപാട് പ്രഗത്ഭർ കേരള കേഡറിൽ ഉണ്ടായിരുന്നു. ആരുടേതും കേക്ക് വാക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് വളവളടിയും ഇംഗ്ലീഷും കാണാൻ അല്പം ചേലുമുണ്ടെങ്കിൽ വീണു പോകരുത്. പൊതുവെ KJSകാരും യതീഷ് ചന്ദ്രയെ പോലുമുള്ള IPSകാരുമാണ് നിങ്ങളുടെ പ്രധാന ആകർഷണമെന്നും പോസ്റ്റ് പരിഹസിക്കുന്നുണ്ട്. ഡോക്ടർ B അശോകിന് കൊടുക്കാൻ പോസ്റ്റിൽ വ്യക്തമായ ഒരു മുന്നറിയിപ്പുമുണ്ട്. നിങ്ങളില്ലെങ്കിലും കൗമുദി ചാനലിന് ഒരു പ്രശ്നവുമില്ല. ബാബ സുരേഷിനെ വെച്ചവർ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇത് കുറച്ചെങ്കിലും ഔട്ടായ ഒരു സിസ്റ്റത്തെ ശരിയാക്കാനുള്ള അവസരമാണ്. നിങ്ങൾ അനീതി നേരിടാത്തവർ ഒന്നുമല്ല, നിങ്ങളെയും കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കുടിപ്പകയും രാഷ്ട്രീയ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആദ്യത്തേതല്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഈ തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമാണ്: ഫയലുകളിൽ ഭയമില്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ജനങ്ങൾക്കായി അത് വിശ്വസ്തയോടെ നടപ്പിലാക്കുക. അതല്ലാതെ പുറത്ത് വീരസ്യം വിളമ്പിയാൽ പഴയപടി പുറത്താക്കാൻ അധികകാലം വേണ്ടിവരില്ല.